എന്താണ് CPM ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ എന്ന് നോക്കാം. ആർ ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് വിവരം. ആരുടെയൊക്കെ പേരുകളാണ് പ്രധാനമായും പരിഗണനയുള്ളത്? പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലം ഏറെ നിർണായകമാണ്. അവിടെ കോൺഗ്രസിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്നൊരു ദൗത്യമുണ്ട്. ഒപ്പം BJPക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലം എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ കരുത്തനായ ഒരാളെ തന്നെ കളത്തിലിറക്കാൻ തന്നെയായിരിക്കും CPM നീക്കം, അല്ലേ? പാലക്കാട് മണ്ഡലത്തിൽ വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി CPIM-ന് LDF-ന് അവിടെ ഒരു പിന്നോക്കാവസ്ഥയുണ്ട്. കാരണം മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന BJP മുന്നേറ്റത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു ശക്തമായ മുന്നേറ്റം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് നേതാക്കൾക്കുണ്ട്. പാലക്കാട് ജില്ലാ നേതൃത്വമടക്കം ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പാർട്ടി നേതാക്കന്മാരിൽ നിന്ന്, പാർട്ടിയുടെ യുവജന നേതാക്കന്മാരിൽ തന്നെ ആയിരിക്കും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നാണ് ലഭ്യമാകുന്ന സൂചന. ഏതായാലും പാലക്കാട് ജില്ലാ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് കടക്കുകയാണ്. 2006 KK ദിവാകരനാണ് ഒടുവിൽ CPM-നെ പ്രതികരിച്ച് അവിടെ നിന്ന് ജയിച്ചത്. അതിനു മുമ്പ് 96-2001 കാലത്ത് നൌഷാദ് എന്ന CPM നേതാവും അവിടെ നിന്ന് LDF സ്ഥാനാർത്ഥിയായി MLA ആയിരുന്നു. അതിനുശേഷമാണ് 2011 ശേഷമാണ് പിന്നീട് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് വിജയിച്ചു വരുന്ന സ്ഥിതി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു മുന്നേറ്റം നടത്താൻ കഴിയുന്ന, പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മാറ്റുരയ്ക്കലായി വിലയിരുത്തപ്പെടുന്നതായതുകൊണ്ട് തന്നെ അവിടെ പിന്നോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും CPM നടത്തുമെന്നാണ് നേതൃത്വം പറയുന്നത്. ചേലക്കരയിൽ എന്നാൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് തേടി പോകുന്നില്ല. 2016 മുതൽ 2021 വരെ MLA ആയിരുന്ന UR പ്രദീപ് തന്നെയായിരിക്കും അവിടുത്തെ LDF സ്ഥാനാർത്ഥി എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ശരി, ആർ ശ്രീജിത്തും ആർ റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ. കോൺഗ്രസും CPM-ഉം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്.